ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാർ തയ്യാറാക്കാം. അത് തേങ്ങയും ഉണക്കമല്ലിയും ഉണക്കമുളകൊക്കെ വറുത്ത് അരച്ചിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ. അപ്പം അതിനായിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാമ്പാറിനുള്ള അറിയാലോ. കുറച്ച് വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വയ്ക്കാം. അതിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുരിങ്ങക്കായ ഉണ്ട്, വഴുതനങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, ക്യാരറ്റുണ്ട്, മത്തങ്ങ, ചേന, അങ്ങനെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അപ്പം അത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതൊരു 3/4 വേവാകുമ്പോൾ നമുക്കിവിടെ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക പെട്ടെന്ന് വേവുന്നതാണല്ലോ. അപ്പോൾ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിലൊന്ന് വഴറ്റിയിട്ട് ചേർക്കുന്നത്. അപ്പം അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനിടയിൽ നമുക്കിതിലേക്ക് വറുത്തരയ്ക്കാനുള്ള ചേരുവകളൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം, പെരുങ്കായം. കായം പൊടി ചേർക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് ഈ കായം മൂപ്പിച്ച് പൊടിച്ച് ചേർക്കുന്നത് അതിനാണ് ഒരു പ്രത്യേക ആ കായത്തിൻ്റെ മണമൊക്കെ ശരിക്കും കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അതായത് കായം നന്നായിട്ട് ചെറിയ ചൂടിൽ അത് മൂപ്പിച്ചെടുക്കണം. ഉള്ളൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടണം. മുരിഞ്ഞു എന്ന് കാണുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ ചേർത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി, 2 ഉണക്കമുളക്, 2 or 3 ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു തണ്ട് വേപ്പില. ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചേരുവ ഞാൻ ചേർക്കാൻ പെട്ടെന്ന് വിട്ടുപോയി, എടുത്തു വെച്ചതായിരുന്നു, അത് ചേർക്കാൻ വിട്ടുപോയി. അരിയാണ്, നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി. അപ്പോൾ അത് 1 ടീസ്പൂൺ അത്രയും മതി. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് അല്പം ഓയിൽ കൂടെ ചേർത്ത് ആ അരി ഒന്ന് വറുത്തെടുക്കാം. സാധാരണ ഇത് ചെയ്യുമ്പോൾ ആദ്യം കായം മൂപ്പിക്കും, പിന്നെ ഉലുവ ചേർക്കും, പിന്നെ അരി ഇട്ടിട്ട് അരിയും കൂടെ മൂപ്പിച്ചതിന് ശേഷമാണ് ഉണക്കമല്ലി, ഉണക്കമുളക്, വേപ്പിലൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ അത് ഇടയിലൊന്ന് വിട്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പം അരി നന്നായിട്ട് മൂത്ത് അത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് തേങ്ങ, അത്രയും മതി. തേങ്ങയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ഇങ്ങനെ നല്ല മൂത്ത് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കണം. അപ്പം ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ അരിയൊക്കെ ചേർക്കുന്നത് കുറച്ച് ഒരു ഗ്രേവി കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയൊക്കെ നന്നായിട്ട് നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ച് അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയിൽ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള പുളിവെള്ളം 2 ടേബിൾ സ്പൂൺ. കുറച്ച് തിക്കായിട്ടുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയുടെ മിക്ക വിഭവങ്ങളിലും ഒരല്പം ശർക്കര ചേർക്കും, അതൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ നേരത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കണം. കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഉണക്കമല്ലിയുടെയും അതുപോലെ ആ കായം വറുത്ത് പൊടിച്ചതിൻ്റെയൊക്കെ ആ ഒരു മണം ഭയങ്കര, നമുക്ക് ചോറപ്പം കഴിക്കാൻ തോന്നും.
ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഒപ്പിക്കാം, പിന്നെ ഉണക്കമുളക്, വേപ്പില, അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല വറുത്തരച്ച സാമ്പാർ. അപ്പോൾ സാമ്പാർ പല രീതിയിലും വെക്കും. പച്ചത്തേങ്ങ അരച്ചിട്ട് വെക്കും, മല്ലിപ്പൊടി ഇടാതെയും ഇട്ടിട്ടും വെക്കും, പിന്നെ കഷ്ണങ്ങൾ അധികമൊന്നും ഇല്ലാതെ വെറും ഉള്ളി സാമ്പാർ വെക്കും. അങ്ങനെ പല രീതിയിലും വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനൊരു സാമ്പാർ ഇത് ചെയ്യുന്നതായിരിക്കും മിക്കവരും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. ഒരു ശരിക്കൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, ഭയങ്കര നല്ല ടേസ്റ്റാണ്. താങ്ക് യു.